എടുത്തിട്ടില്ല, എടുത്തായിരുന്നു. പിൽസ് കഴിച്ചോണേ. എന്റെ ഫോൺ നമ്പർ എഴുതിയ പേപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീടെത്തുമ്പോ ഒന്ന് വിളിച്ചാൽ സമാധാനമാവും. തനിച്ചു പോയാ വീടെത്തുമെന്ന് തോന്നുന്നില്ല. പോയിട്ട് ധൃതിയില്ലെങ്കിൽ. അയ്യോ, അതിനെന്നാ പ്രയാസം? ആ ബാഗ് തന്നെ. പോകുന്ന വഴിക്ക് സംക്രാന്തിയിൽ ഇറങ്ങി ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആളാ, നല്ലവനാ. അവൻ്റെ ഭാര്യ ഗർഭിണിയാ. കുറച്ച് പൈസയും 5-6 എഴുത്തും കൊടുക്കണം. അത്രേ താമസമുള്ളൂ. കൊല്ലം 5 ജയിലില്. ഇനിയിപ്പോ വീടെത്താൻ 1 ദിവസം കൂടി താമസിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനുമില്ല, നേടാനുമില്ല. അപ്പോ കൊലപാതകമായിരുന്നു. വേണ്ട, നന്നായിട്ട് ഉറങ്ങി. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? നമുക്കിഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൂടാ. അതൊരു സന്തോഷമാണ്. എന്തായിരുന്നു ജോലി? ജോലി മോഷണം, പിന്നെ അല്ലറ ചില്ലറ കൂലിത്തല്ല്. ആകാശത്തിലെ പറവകളെ പോലുള്ള ജീവിതം. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരെങ്കിലും ശേഖരിച്ചു വെച്ചത് അടിച്ചു മാറ്റി ഹാപ്പിയായിട്ട് ജീവിക്കും. ജാതകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്, മകൻ നക്ഷത്രം മേടൻ രാശി, മോഷ്ടിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് എതിർത്താൻ പോയി. പക്ഷേ ഇപ്പം ജയിലിൽ പോയത് മോഷണക്കുറ്റത്തിനല്ല. ഞാൻ ചെറുവത്തൂർ എൻ്റെ നാട്ടിൽ രാത്രി ഒരു 12 മണിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വരികയായിരുന്നു. എന്റെ കർത്താവിശ്വമശിയെ, ഇത് പോളി ചേട്ടനല്ലേ? ചേട്ടന് എന്നാ പറ്റിയത്? ഇതെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? അടുത്ത ഞായറാഴ്ച മേരിക്കുട്ടിയുടെ കല്യാണമല്ലേ? അത് നടക്കില്ല. നടക്കല്ലേ? എന്നാ കാര്യം? അത് മേരിക്കുട്ടിക്ക് ഇടാനുള്ള പൊന്നിന്റെ കാര്യം ഏറ്റത് ആഞ്ഞിലിക്കൽ ജോസാ. കെട്ടുകഴിഞ്ഞ് കാശ് കൊടുക്കാന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൻ വാക്ക് മാറ്റി. കാശ് കൊടുത്താലേ പൊന്നു തരൂത്. ഞാൻ കൂട്ടിയെ കൂടില്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ലേ സാക്കുട്ടി. സാക്കുട്ടി പോയിക്കോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചത്തതുകൊണ്ട് മേരിക്കുട്ടിയുടെ കല്യാണം നടക്കുമോ? ഇല്ല. അതും പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്ക് കണ്ണീരും. അപ്പന്റെ വക സമ്പാദ്യം ചാകാൻ നടക്കുന്നു. കട്ട മുതൽ കൊണ്ട് മോളെ കെട്ടിക്കാൻ തയ്യാറാണ് എങ്കിൽ സ്വർണം ഞാൻ കൊണ്ടുതരാം. ആരും അറിയത്തില്ല. പോളിയേട്ടൻ വാ, കല്യാണം നടക്കും. ഈ മേരിക്കുട്ടി തന്നെ ആശുപത്രി ചീട്ടിലെ മേരിക്കുട്ടി. സൈക്കിളും ചവിട്ടി ഒരുപാട് നാൾ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. കുടുംബമഹിമയുടെ ഗുണം കൊണ്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്ന് വെച്ച് ആഗ്രഹം തീരത്തില്ലല്ലോ. ഒരു ദിവസം കള്ളു കുടിച്ച് 4 കാലേ നിൽക്കുമ്പോഴാ ദാണ്ട നിൽക്കുന്നു അവളുടെ അപ്പം പോളിയേട്ടൻ മുമ്പിൽ. പീഡിച്ച് നിർത്തി പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടം, കെട്ടിച്ച് തരണമെന്ന്. പുള്ളിക്കാരൻ്റെ നല്ല ബുദ്ധിക്ക് തല തെറിക്കുമ്പോൾ ഒരാട്ടും 4 തെറി അത്രേ പറഞ്ഞുള്ളൂ. അടിച്ചതൊക്കെ കത്തിപ്പോയി. അതോടെ ആ പൂതി ഞാനങ്ങ് വിട്ടു. ഒടേ തമ്പുരാൻ്റെ ഓരോ കോമഡി നോക്കണേ. കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണെ കെട്ടിച്ചു വിടാനുള്ള യോഗം ആ പുള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവളെ അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി പോയി ഒരു വീട്ടിൽ കയറി. ഞാനേ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാനും. നീ എന്റെ ചക്കരയല്ലടാ. എനിക്ക് ഒരു നാണം. ഒരു സുന്ദരിക്കോത അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അവളവിടെ കിടന്ന് ഉറങ്ങട്ടേത്. ഉറക്കം കുറഞ്ഞ ഗ്ലാമർ പോകുന്നത്. അതായിരിക്കും വരാത്തത്. കുട്ടികളില്ല. രാവിലെ തിരുവനന്തപുരത്ത് പോണ്ടതാ. ഒരു കേസുണ്ടേ. ഇങ്ങനെ സമയം കളഞ്ഞാൽ നേരം വിളിക്കും.
എത്ര പവനുണ്ടെന്ന് തൂക്കി നോക്കിയിട്ടില്ല. മേരിക്കുട്ടിയുടെ കഴുത്തിലിടാനുള്ളതും കല്യാണ ചെലവിനുള്ളതും ഇതിലുണ്ട്. എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും ഇപ്പം മേരിക്കുട്ടി അറിയണ്ട. അറിഞ്ഞ അവൾക്ക് സങ്കടമാവും. കാര്യം നടക്കട്ടെ. ശാങ്കുട്ടി ഒന്നും പറയണ്ട, ഓളിയിട്ട് ചെന്നാട്ടെ. കാര്യം നടക്കട്ടെ. ചെല്ല്. തട്ടിക്കൊഴിക്കണ പറഞ്ഞോ? ഓ, ഭയങ്കര ക്ഷീണം. ഇന്നലത്തെ നൈറ്റ് വർക്കിന്റെ. അപ്പൊ പിന്നെ സോഡ ഒഴിക്കണം. ഒഴിക്കണ്ട. അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ. ഓ, ഇനി കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനാ? തൊണ്ടി പോലും ഇല്ല. തൊണ്ടി ഇല്ലല്ലേ? അപ്പൊ ഓക്കെ. തൊണ്ടി ഉണ്ടടാ. തൊണ്ടി ഉണ്ടോ? എവിടെ? ഇവിടെ. ഒയ്യോ, ഞാൻ മാറ്റി വെച്ചു. ചെല്ല് ചെല്ല്. നല്ലതൊക്കെ അടിയിൽ ഇട്ടോണ്ട് നടക്കണമെങ്കിൽ വേണം ഒരു യോഗം. എവിടെടാ സാംസൺ? ഇപ്പൊ വരും സാർ. പോയതാ. വിട് സാറേ, വിട് സാറേ. എന്തുവാ സാറേ ഇത്? പറഞ്ഞു തരാടാ, വാപ്പാ. എങ്ങോട്ട്? എടാ കൊച്ചാപ്പി, എന്തുവായി സാർ പറയുന്നേ? സാറിന് എന്തും പറയാലോ. എന്നാ പറ്റിയടാ? ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്തുവാ സാറേ ഇത്? മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിയാൽ നിനക്ക് കൊള്ളാം. ഓ, ജീപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വരട്ടാതെ സാറ് കാര്യം പറ. ഇന്നലെ രാത്രി നീ എവിടെയാ കയറിയത്? ഇന്നലെ രാത്രി എങ്ങും പോയിട്ടില്ല. എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം. ഇവൻ മോട്ടിക്കാൻ പോകുന്ന ദിവസമൊക്കെ നിന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ് ഇവനെ കിടത്തുന്നത്. അവന്റെ മേക്കിട്ട് കയറണ്ട. സാറിന് ഇപ്പൊ എന്തുവാ വേണ്ടേ? ആ ASI സോമന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ മോഷ്ടിച്ച 75 പവന്റെ സ്വർണം എവിടെ? ഏത് ASI? ഏത് സോമൻ? സാർ എന്തുവായി പറയുന്നേ? ആ ഉണ്ട വിഴുങ്ങിയോ? ആയിരിക്കും. അവന്റെ വീട്ടിൽ ഇത്രയും സ്വർണം? ഏയ് സാറേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഞാൻ എടുത്താണെങ്കിൽ ഞാൻ പറയും ഞാൻ എടുത്തും. ഈ കണ്ടവന്റെ കൊച്ചന്റെ തന്തയാകാൻ എന്നെ കിട്ടത്തില്ല. സാറ് പോ. എടാ സോളമാ, ഓ, ഒരു പൈൻ്റെ നീ സമ്മതിക്കലല്ലടാ. കൈ എടുക്ക സാറേ. മുണ്ടേ പിടിക്കരുത്, മുണ്ടേ പിടിക്കരുത്, മുണ്ടേ പിടിക്കരുത്, മുണ്ടേ പിടിക്കരുത്. മുണ്ട പിടിച്ച് നീ എന്ത് ചെയ്യും? മുണ്ടേ പിടിക്കരുത്. മുണ്ട പിടിച്ച് എന്ത് ചെയ്യുമെന്ന്? മുണ്ടേന്ന് വിടാനാ പറഞ്ഞത്. വീട്ടിലെ എന്ത് ചെയ്യടാ? വീട്ടിലെ കുഴപ്പവും ജീപ്പേ കയറില്ല, അതിൽ കുഴപ്പമാവും. കേറത്തില്ല. കേറില്ലേ? കേറത്തേ ഇല്ല. പിടിച്ചോണ്ട് പോയവനാ ജീപ്പ് കയറാ. അന്ന് ജോൺ സാറിന്റെ കൈതല്ലി ഓടിച്ചതിന് ചാർജ് ചെയ്തത് വധശ്രമത്തിനാണ്. 307. കേസ് വാദിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ശിക്ഷ 3 കൊല്ലത്തിൽ ഒതുങ്ങി. ഇടയ്ക്കൊരു പരോളും. അയ്യോ, കരയാൻ മാത്രമൊന്നുമില്ല. ഞാനതൊക്കെ ആലോചിക്കുമ്പോൾ ചിരിക്കാറാ പതിവ്. എന്റെ തല പൊട്ടാൻ പോകുന്ന പോലെ. ഗുളിക കഴിച്ചില്ലായിരുന്നു? കഴിച്ചതാ. വേദന സഹിക്കാൻ പറ്റുന്നില്ല. സാറേ, ഇവിടെ അടുത്തങ്ങനെ ആശുപത്രി ഉണ്ടോ? ആ, കച്ചേരിപ്പടിക്കൽ ഒരു സർക്കാർ ആശുപത്രി ഉണ്ട്. വണ്ടി അങ്ങോട്ട് പോട്ടെ. ഇല്ലടി, ഞാൻ വരാന്നേ. നാളെ തന്നെ വരാം. സിസ്റ്ററെ, ഡോക്ടർ ഒരു എവിടെ? മിനിറ്റ്. എന്താ? എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുക്കും. തലവേദന കൊണ്ട് നിൽക്കാൻ മേല. അയ്യോ, ഡോക്ടർ 4 മണി കഴിഞ്ഞ് വരൂ. വീട്ടില് പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുക. വീട് എവിടാ? ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റാ. അങ്ങോട്ടൊന്നും പോകണ്ട. ഡോക്ടർ വലിയ ദേഷ്യക്കാരനാ. ഞാനും വലിയ ദേശക്കാരനാ. വന്നേ, സ്വല്പം നീങ്ങിരുന്ന്. സ്വല്പം. ഞാനിപ്പോ വരാം. ഇത് പുറത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ പോയി വാങ്ങിച്ചോ. ശരി. ഇതെന്താ 50 രൂപയോ? 100 രൂപ എൻ്റെ ഫീസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നതാണല്ലോ. വന്നപ്പോഴല്ലേ തന്നത്, വെറുതെ കൊണ്ട് തന്നതല്ലോ. എന്റെ കയ്യിൽ ഇനി ഇല്ല ഡോക്ടറെ, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. ചെല്ല് തങ്കപ്പൻ. ഡോക്ടറെ, ആശുപത്രി വരുവാ. പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരണം. എൻ്റെ ഡ്യൂട്ടി ടൈം ആഫ്റ്റർ 4 o'clock ആണ്. അപ്പോൾ വരും. ചെല്ല്. അയ്യോ, ഇങ്ങനെ കണ്ണീ ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. ബസ്സിൽ പോകുമ്പോൾ വയ്യാണ്ടിറങ്ങിയതാ. തലവേദന എടുത്ത് അവൾ ഇവിടെ കിടന്ന് ചാകാൻ പോവുക. ഡോക്ടർ ഒന്ന് വന്നേ പറ്റത്തുള്ളൂ. ചാകാൻ പോകുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. ഓടോറങ്ങി. ഗെറ്റ് ഔട്ട്. ഇനി പോകാമായിരിക്കും. പോകാമായിരിക്കും എന്നാ വന്നാൽ. ആ, എല്ലാരും വന്നേ. ഡോക്ടർ ഇനി ആശുപത്രി വെച്ചേ നോക്കത്തുള്ളൂ. തങ്കപ്പൻ ചേട്ടനാന്നോ? അതെ. എന്നാ മുന്നിൽ ക്യൂവായിട്ട് നിൽക്ക്. ക്യൂവായിട്ട്. സാബു ഇല്ലേടാ ഇത്? അതൊക്കെ പറയാം. വടിവാള് വല്ലതും ഉണ്ടോടാ വണ്ടിയില്? കളി കഴിഞ്ഞു വരുവാ, കൈവെട്ടി കളി. അപ്പൊ ഡോക്ടർ ചെന്നാട്ടെ. എല്ലാരും ചെല്ല്.
മാഡത്തിന് കുടിക്കാൻ എന്നാ വേണം? ചായയോ കാപ്പിയോ? ചായ മതി. ഷോ, ആ മുഖമൊക്കെ ഒന്ന് കഴുകിക്കേ. കണ്ടാലേ അറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. നല്ല പുട്ടും കടലയും ഉണ്ട്, അത് കഴിക്കാം. വിശപ്പില്ല. എന്നാലും കഴിക്കണം. പുളി കഴിക്കേണ്ടതല്ലയോ? കൈ കഴുകിട്ട് വാ, പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്. ആ ചെല്ലുന്നേ. ആ നിന്റെ ചെറുതി കാച്ചതാ. പിന്നല്ലാതെ എന്റെ അച്ചായ അവളുടെ വാറ്റ്. അവൾ എന്റെ മഹാലക്ഷ്മി അച്ചായ, മഹാലക്ഷ്മി. മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞലക്ഷ്മി പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? കാരണവന്മാരുടെ കയ്യിലിരിപ്പം അങ്ങനെയല്ലേ? കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവൻ്റെ മുതൽ മുട്ടിച്ചല്ലേ ജീവിക്കുന്നത്. കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ? അല്ല അച്ചായ, ഈ അടിപിടിയും ചില്ലറ മോഷണമല്ലാതെ വെട്ടും കുത്തൊന്നും അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, വണ്ടിക്കകത്തുനിന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു. ഇനി പണി തുടങ്ങിയ സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു ഭയങ്കര സംഭവം വിചാരിച്ചോട്ടെ. അച്ചായന്റെ ഒരു ബുദ്ധി. ആ, ബീഫ് ഒലത്തിയതാ. ഓ, എന്റെ അച്ചായ ഇവളുടെ ബീഫ്. അതെ 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 അതെ. നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സാവുച്ചായ. അനമേ, ആ അച്ചായനെ കുറിച്ച് ഒരു നല്ല 4 ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം. അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ. ഇപ്പോഴാണെന്നാ എനിക്ക് തോന്നുന്നത്. അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണമെന്നാ കൊച്ചു പറഞ്ഞത്. അത് ശരിയാ. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ. അല്ല അച്ചായ? ഒന്ന് പൊടി കൂടകള്ള. നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോടാ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. ഇതേക്കും സാംസൺ അച്ചായൻ എന്ന് പറഞ്ഞ ആരാ? മുത്താ, മുത്ത്. ആ മുത്തിന്റെ കൂടെ മാടം കൂടെ കൂടുമ്പോ മുത്തോട് മുത്ത്. മാടത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ മാടത്തിനോട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ദേ, ഇഷ്ടമുള്ള പെണ്ണിനെ പുരുഷൻ കൂടെ കൊണ്ടു നടക്കൂ. എന്റെ കൈ പിടിച്ച് സാവിച്ചാന് കൊടുത്തതേ അച്ചായനാ. അന്ന് വന്നപ്പോൾ പറഞ്ഞു മാടത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. സംഗതി കയ്യിൽ പോയി. അച്ചായന്റെ മനസ്സ് മുഴുവൻ മാടത്തിനുള്ള സ്നേഹമാ. കഴിഞ്ഞ ആഴ്ച അല്ല, ഞായറാഴ്ച, ഈ ആഴ്ചയാ. പനി എങ്ങനെയുണ്ട്? ആ നെറ്റിയിലോട്ടൊന്ന് കൈവച്ച് നോക്കച്ചായ. ഒന്ന് നോക്കിയേ. അച്ചായ നോക്കിയാലല്ലേ ചൂടറിയുള്ളൂ. നോക്ക്. ഈ അച്ചായന്റെ ഒരു നാണം വേണം. അന്യൊന്നും അല്ലല്ലോ. അങ്ങോട്ട് നോക്കച്ചായ. അങ്ങോട്ട് നോക്കച്ചായ. നോക്കല്ലേ? ചൂടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാ ചൂടുണ്ട്. ആ, ഇതാരടാ ഗുച്ചപ്പേടോ? അന്നമ്മേ, സുബേറാ. കൂടെ ആടുണ്ട്, ചെമ്പുണ്ട്. അച്ചായൻ ഇന്ന് അന്നമ്മയുടെ വക ആട് ബിരിയാണി. എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ആഹാ, ഇന്നലത്തെ സെക്കൻഡ് ഷോ കളക്ഷനാ. സെക്കൻഡ് ഷോ? ആ, ആൾക്കാർ സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന നേരത്തെ മോഷണം. വീട്ടിലാരും കാണില്ല. അത് ശരിയാ. ഇതുപോലെ പണ്ട് ടി വിയിൽ ഷക്കീലായുടെ പാതിരാപ്പടം ഉണ്ടായിരുന്ന കാലത്ത് നല്ല ഗോളായിരുന്നു. പെരക്കി തീ പിടിച്ചാൽ പോലും ആളുകൾ ഇരിക്കുന്നിടത്ത് അനങ്ങത്തില്ല. ടി വിക്കാരാത് നിർത്തിയോടെ ആ ഗോളും പോയി. എവിടെ സാബു? അല്ല, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങോട്ടാണാവോ പോയത്? നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അവനൊന്ന് രാവിലെ വെട്ടിയെടുത്തതേ ഒരു സർക്കാർ ദിവസത്തിന്റെ കാലാ. അയ്യോ, അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആരാടാ നീ? ഏതാടാ ഇവള്? അയ്യോ, ഞങ്ങൾ ഗസ്റ്റാ സാറേ. അതിഥി ദേവോ ഭവ. ഇവന്മാരുടെ ഒക്കെ പണിയെന്നായിരിക്കും നിനക്കും അല്ലടാ? സർ, ഇവിടെ ആരുമില്ല, എല്ലാരും ഓടിക്കളഞ്ഞു. മടിയിലിട്ട് വളർത്തിക്കോ നീ അവനെ. എവിടെ ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. അത് കഴിഞ്ഞ് നിന്നെ. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറേ? അന്നമ്മേ പൊക്കൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ അവർ തന്നെ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറും വെറുതെ തിളപ്പിക്കാൻ നിൽക്കണ്ട. ചെല്ലേ. വാടോ. സാവിച്ചായോ? എന്തോ സാബു എവിടെ? എടാ സാബുവേ, ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാടാ? ഒക്കെ അന്നമ്മയുടെ ചായ. ഓ, ചേടത്തി അന്നമ്മയല്ല, പൊന്നമ്മയാ. പൊന്നമ്മ സാബു. ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുക. ഇതിനൊക്കെ ചേടത്തി എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. എടാ കുഞ്ഞെ, നീ ചേച്ചിയുടെ ബാഗ് ഒന്നും ഞങ്ങൾ പോയേക്കുവാ. അതൊന്ന് പോക്ക ചായ. നമ്മൾ വിശാലായിട്ടൊന്ന് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി.
ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ പോയി, ഒരുപാട് ദൂരം പോകണം. പോണ വഴി നമ്മുടെ ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എടാ ഞങ്ങളാ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കണം. നീ വരണ്ട, പോണ വഴി ആ എസ് ഐ എങ്ങാനും കണ്ടാലോ. ചെല്ലടാ. രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്ന്. ദീർഘസുമംഗലി ഭവ. എന്തെങ്കിലും വിശേഷം ഉണ്ടെ അറിയിക്കണേ. എനിക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്ത. അച്ഛൻ്റെ വീട്ടിലേത് വണ്ടിയാ? വണ്ടിയോ? എൻ്റെ വീട്ടിലോ? എൻ്റെ കുഞ്ഞെ ഇക്കാലത്ത് പെട്രോൾ വിലയ്ക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കുമോ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ണാക്കന്മാർ മുറ്റം നിറയെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് വണ്ടി എടുക്കണം എന്ന് തോന്നുമ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റുക, ഓടിക്കുക. എന്നിട്ട് പെട്രോൾ തീരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി നിർത്തുക, നടന്നു പോകുക. അപ്പോൾ വണ്ടി ഓടിച്ച സന്തോഷം നമുക്ക്, നഷ്ടപ്പെട്ട വണ്ടി കണ്ടുപിടിച്ച സന്തോഷം പോലീസുകാർക്ക്, കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഉടമസ്ഥന്. അങ്ങനെ എത്രയോ പേർക്ക് ആ സന്തോഷം കിട്ടുന്നേ. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചാൽ ഈ സന്തോഷം ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന് പ്ലഷർ ട്രിപ്പ് എന്ന് പറയുന്നത്. ഗുളിക കഴിച്ചായിരുന്നു? തല്ലു മേടിക്കുന്ന കൊച്ചിനേതാ? അവൻ ഇവിടുത്തെ ഒരു ബ്ലേഡാ, ജോയി. അല്ലെന്ന് ഇവിടുത്തെ ഒരു കിഡു, ജമ്പൻ സുനില്. നമ്മുടെ സാബുവിന്റെ ശത്രുവാ. ഇടപെട്ടാ വല്ലതും കിട്ടുമോ? ഇടപെട്ട് നോക്ക്. നോക്കല്ലേ? ജോയ്മോനെ, സാമച്ചായം വന്നടാ. എഴുന്നേറ്റ് എഴുന്നേറ്റ്. എന്റെ കുഞ്ഞിനെ തല്ലി പഞ്ചറാക്കി കളഞ്ഞല്ലോടാ. വന്നേ, സാമച്ചായം ചോദിക്കട്ടെ. എന്നതാ പ്രശ്നം? എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം പലിശയ്ക്ക് മേടിച്ചതാ. ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അടി. കിട്ടാനുള്ള കാശ് മേടിച്ചു തരാം. മേടിച്ചടി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാ തരും? എന്തും തരും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ കുഞ്ഞ് വന്നാട്ടെ. ആരാടാ എന്റെ കുഞ്ഞിനെ തല്ലിയത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? കേട്ടില്ലായിരുന്നു? ജോയ്മോന്റെ സാമച്ചായ. മേടിച്ചാ കൊടുക്കണം, അല്ലെങ്കിൽ
പേയ്മെന്റ് പൈസ എപ്പോ കൊടുക്കും? നാളെ തന്നെ കൊടുത്തേക്കാം. ഇനി എന്നെ തല്ലരുത്. കൊടുത്തില്ലെങ്കിൽ ഞാനിഞ്ഞു വരും. മോനെ ചെമ്പേ, വളച്ചു പിടിച്ചെന്റെ നടക്കിലൊരു ചവിട്ടി ചവിട്ടിയല്ലേ ടപ്പേന്നൊരു മ്യൂസിക് കേൾക്കും. നിന്റെ നട്ടലിന്റെ ചെമ്പൊടിഞ്ഞ സൗണ്ട് അത് കേൾപ്പിക്കാൻ സാമച്ചായനെ ഇനിയും വരുത്തരുത്. ജോയ് മുംബൈ വണ്ടിയെ കയറ്. ഒരു വെടി തീർന്നു. സ്റ്റെപ്പിനുണ്ടോ? മോട്ടിച്ച വണ്ടിക്ക് ടയർ മേടിക്കേണ്ട കാര്യമുണ്ടോ അച്ചായ? ഒരിക്കലും ഇല്ല. ആ നീ ഏതെങ്കിലും വണ്ടി വന്ന ഒന്ന് കൈ കാണിക്കും. ആ ഞാനിപ്പോൾ ഇനി വരാവേ. പുൽപ്പള്ളി വഴി എങ്ങാനും ആണോ? ആ അതെ, രണ്ടാളുണ്ട്. കേറിക്കോ. ആ സാബുവിനോട് പറഞ്ഞു. ഓ ശരി. ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയുടെ പങ്കുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. സാമച്ചായ എന്നുള്ളൊരു വിളി എലിമീശ വണ്ണത്തിലല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അതിന് എൻ്റെ വക ഒരു സമ്മാനം. നമ്മൾ ലൗകിക ജീവിതത്തിലൂടെ സഞ്ചരിച്ചാലും ആത്മസുഖം കിട്ടും. ആത്മീയ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാലും ആത്മസുഖം കിട്ടും. ചെറുവത്തൂരിലൂടെ സഞ്ചരിച്ചാലും ആത്മസുഖം കിട്ടും. അവിടെ ഏത് സ്വാമി? അവിടെ സ്വാമിയൊന്നുമില്ല, എൻ്റെ വീടാ. ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, ഭയങ്കര സുഖമായിരിക്കും. അങ്ങനെ വേണം. വീട് നിറത്തിലും വലിപ്പത്തിലും അല്ല കാര്യം, സന്തോഷം തരുന്നതാകണം. ഭാര്യ നിറത്തിലും സൗന്ദര്യത്തിലുമല്ല കാര്യം, സമാധാനം തരുന്നവളാകണം. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ സന്തോഷവും സമാധാനവും ഒത്തുചേർന്നൊരു കുടുംബം ഞാൻ കാണുന്നു. ഏതാ നാള്? മകം. മകം. ഇന്നലെ മേടം 16 കണ്ടകശനിയുടെ അപഹാരം കഴിഞ്ഞു. കാരാഗ്രഹവാസം വരെ പറഞ്ഞിരുന്ന സമയ. മനസ്സിന്റെ കാരാഗ്രഹമായാലും മതി. കഷ്ടകാലം കഴിഞ്ഞു, ഇനി രണ്ടുപേർക്കും നല്ല കാല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മൂപ്പരുടെ ജോലി കൂടെ ഒന്ന് പറയാൻ പറ്റുമോ സ്വാമി? അതൊന്നും വേണ്ടെന്നേ. അല്ലെങ്കിൽ തന്നെ ജോലിയൊക്കെ എങ്ങനെ പറയാനാ, അല്ലേ സ്വാമി? പരീക്ഷണങ്ങൾ എനിക്കിഷ്ടമാണ്. മുഖം കണ്ടാൽ മതി പണി പറയാൻ. ജെട്ടി എത്തി. നിക്കവിടെ. സാറ് CID അല്ലേ? അതെ, ഒരു കേസ് അന്വേഷിക്കാൻ വന്നതാ. ആരോടും പറയരുത്. ആരോടും പറയില്ല. ഒരു 10 രൂപ തരുമോ? താങ്ക് യു. ഈ ചീരപ്പഞ്ചർ ദാസന്റെ വീട്? നമ്മുടെ കള്ളൻദാസന്റെ വീട്. അവൻ കണ്ണൂർ ജയിലില്ല, വീട്ടിലൊന്നുമില്ല. അതറിയാം. ആ കേറിക്കോ. അമ്മേ, ദേ അവര് വന്നു. ഞാനാ സാൻകുട്ടി. ഓ ഇതാരാ? കെട്ടിയോളാം. ഓ ഭാര്യ. ആ എന്താ പേര്? മല്ലിക. ഞാൻ ജലജ. ഈ നെറ്റിക്ക് എന്ത് പറ്റിയതാ? അത് വരുന്ന അയ്യോ, അതൊന്നും പറയാതിരിക്കാ ഭേദം. എനിക്ക് പറ്റിയൊരു പോഴത്തരമാണെന്ന് വെച്ചോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പിട്ട് നടക്കണമെന്ന്. വരുന്ന വഴിക്ക് നടനം വാങ്ങിച്ചു കൊടുത്തു. ഇട്ട് 2 അടി നടന്നില്ല, മുഖം പൊത്തി താഴെ. ദൈവാദിനും കൂടി ഇത്രേ പറ്റുള്ളൂ. നിനക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണോടി? വേണ്ട. ഇതാ സ്വഭാവം. എത്ര കൊടും തണുപ്പാണെങ്കിലും തണുത്ത വെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. ഓ കാശായിരിക്കും. അതെ, കാശ് അങ്ങ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി സ്വസ്ഥത തരില്ല. അതെന്താ? ജലജിക്ക് ദാസൻ തന്നയച്ച കത്ത.
വേണോ? ആ വേണ്ട, വായിക്കാൻ കൊള്ളാവുന്ന ഒന്നും ഉണ്ടാവില്ല. ഗുരുത്തം കെട്ടവൻ. അകത്തോട്ട് വാ. സൗകര്യങ്ങളൊക്കെ ഒരുപാട് കുറവാ. ഓ അതൊന്നും സാരമില്ലെന്നേ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ലേഡി ദേ കിടക്കുമ്പോഴേ രണ്ടാൾക്ക് ഒരു കാര്യം ഓർമ്മ വേണം. ഈ കട്ടിലിന്റെ വടക്കേ കാലിനെ അത്രയ്ക്ക് ഉറപ്പ് പോരാ. ശോ, ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ അപ്പുറത്തോട്ട് പോയേ. മറന്നു പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ പറഞ്ഞു. ദാ ഈ നൈറ്റ് ചേച്ചി ഇട്ടോളൂ. കുളിച്ചിട്ട് വന്ന് ആഹാരം കഴിക്കാം. അത് ഭാര്യ പറഞ്ഞ് ക്ഷമിക്കണം. അല്ലെങ്കിൽ മല്ലിക ഒരു സെറ്റപ്പാണെന്ന് അവർ വിചാരിക്കും. മോശമല്ലേ? അതുകൊണ്ടാ. എന്തായാലും ഭർത്താവായുള്ള അഭിനയം ഭയങ്കര ഓവറായിരുന്നു. ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാ പെരുമാറുക. ഞാൻ ഇതുവരെ ഭർത്താവായിട്ടില്ലല്ലോ. മാറ്റിയെടുക്കാം, സമയമുണ്ടല്ലോ. കുളിച്ചു വരാം. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? 26 മിസ് കോള്. ഒരു മിനിറ്റ്. ഇത് മുഴുവൻ കഴിക്കണോട്ടടി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് വിളിച്ചു പോയതാ. എങ്ങനുണ്ട്? എന്താന്ന് വെച്ചാ എളുപ്പം പറയടാ. അവൾ അകത്ത് നോക്കിയിരിക്കുക. ഓ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു മുറിയിലാ കിടക്കുന്നേ? അതെ. ഒരു കട്ടിലിൽ? ആ. എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? എല്ലാം ഒന്ന് മൊബൈലിൽ എടുത്തു വെച്ചോ. അതാവുമ്പോ സൗകര്യം പോലെ എനിക്കും കാണാലോ. എന്നാത്തിനാടാ മൊബൈലാക്കുന്നേ? വീഡിയോക്കാരെ വിളിച്ച് ഷൂട്ട് ചെയ്യിക്കാടാ. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും ഉള്ള മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞാൽ സമ്മതിക്കല. വെക്കടാ ഫോൺ അവിടെ. ഹലോ ഹലോ. എന്താ ചായ? എന്തു പറ്റി? എന്തോ ഒരു ദുഃഖവാർത്ത കേട്ട പോലെ. ലിബിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എപ്പാ? ഇന്ന് ഉച്ചയ്ക്ക്. ഓടി